How many numbers lie between the squares of the following numbers? അപ്പോൾ നമുക്ക് താഴെ തന്നിരിക്കുന്ന നമ്പേഴ്സിൻ്റെ സ്ക്വയർ നമ്പേഴ്സിൻ്റെ ബിറ്റ്വീൻ എത്ര നമ്പേഴ്സ് ഉണ്ട് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ കഴിഞ്ഞ നമ്മുടെ ഇൻട്രൊഡക്ഷൻ വീഡിയോ ചെയ്ത സമയത്ത് ഞാനിത് കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷനൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് 16 സ്ക്വയറിൻ്റെയും 17 സ്ക്വയറിൻ്റെയും ബിറ്റ്വീനുള്ള നമ്പേഴ്സാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. ഹൗ മെനി നമ്പേഴ്സ് ലൈ ബിറ്റ്വീൻ ദ സ്ക്വയേഴ്സ് ഓഫ് ദി ഫോളോയിങ് നമ്പേഴ്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 16 സ്ക്വയറിൻ്റെയും 17 സ്ക്വയറിൻ്റെയും ബിറ്റ്വീനുള്ള നമ്പേഴ്സാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ n എന്ന് പറയുന്നത് എന്താണ്? n എന്ന് പറയുന്നത് 16 ആണ്. 17 എന്ന് പറയുന്നത് എന്താണ്? n+1 ആണ് 17. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് n-ൻ്റെയും n+1-ൻ്റെയും ബിറ്റ്വീൻ എത്ര നമ്പേഴ്സ് ആയിരിക്കും കാണുക? 2n നമ്പേഴ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ഇവിടെ 2n എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ n എന്താണ്? n ഈസ് 16 അല്ലേ. therefore the numbers between 16 square and 17 square is equal to 2n is equal to 2 into 16 is equal to 32 നമ്പേഴ്സ് ആണ് 16 സ്ക്വയറിനും 17 സ്ക്വയറിനും ബിറ്റ്വീൻ ഉണ്ടായിരിക്കുക. ഇനി അടുത്ത നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 99 സ്ക്വയറിനും 100 സ്ക്വയറിനും ബിറ്റ്വീൻ എത്ര നമ്പേഴ്സ് ഉണ്ട് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ n എന്ന് പറയുന്നത് 99 ആണ്, n+1 എന്ന് പറയുന്നത് 100ഉമാണ്. അപ്പോൾ ഇതിന് രണ്ടിനും, അതായത് n സ്ക്വയറിനും n+1 സ്ക്വയറിനും ബിറ്റ്വീൻ എത്ര നമ്പേഴ്സ് ഉണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, എത്ര നമ്പേഴ്സ് ആയിരിക്കും? 2n നമ്പേഴ്സ് ആയിരിക്കും. therefore the numbers between the squares 99 square and 100 square is equal to 2n is equal to 2 into n എന്ന് പറയുന്നത് എന്താണ്? 99 into 2 is 198. അപ്പോൾ 99 സ്ക്വയറിനും 100 സ്ക്വയറിനും ബിറ്റ്വീൻ 198 നമ്പേഴ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇൻ ദ ഫോളോയിങ് പാറ്റേൺ ഫിൽ ദ മിസ്സിംഗ് നമ്പേഴ്സ്. അപ്പോൾ ഈ തന്നിരിക്കുന്നതിൽ മിസ്സിംഗ് നമ്പേഴ്സ് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ പാറ്റേൺ നോക്കിയാൽ 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ ഈസ് ഈക്വൽ ടു 3 സ്ക്വയർ, 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ പ്ലസ് 6 സ്ക്വയർ ഈസ് ഈക്വൽ ടു 7 സ്ക്വയർ. അടുത്തത് 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ പ്ലസ് 12 സ്ക്വയർ ഈസ് ഈക്വൽ ടു 13 സ്ക്വയർ. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് പാറ്റേണാണ് മനസ്സിലായത്? ഇവിടെ നോക്കിയേ 1 into 2 ഈസ് ഈക്വൽ ടു 2. ഈ 2ൻ്റെ കൂടെ 1 ആഡ് ചെയ്തപ്പോൾ നമുക്കിവിടെ 3 എന്ന് കിട്ടി. 2 + 1 3 എന്ന് കിട്ടി, 3 സ്ക്വയർ. ഇനി ഇവിടെ നോക്കിയേ 2 into 3 6 + 1 7 സ്ക്വയർ. 3 into 4 12 + 1 13 സ്ക്വയർ. 4 into 5 20 + 1 21 സ്ക്വയർ. 9 into 10 90 + 1 91. കണ്ടോ, ഇങ്ങനെ നമുക്കിവിടെ ഫില്ല് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കുക, അതിന് സെഷൻ ചെയ്യുക കേട്ടോ. വളരെ ഈസിയാണ് ഇത്. ഈ നമ്പേഴ്സ് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നത് നമ്മളിവിടെ എഴുതുന്നു, ഇതിൻ്റെ കൂടെ 1 ആഡ് ചെയ്ത് ഈക്വൽസിൻ്റെ ഇപ്പുറത്ത് എഴുതുന്നു. ആൻഡ് ക്വസ്റ്റ്യൻ ഹൗ മെനി ടൈനി സ്ക്വയേഴ്സ് ആർ ദർ ഇൻ ദ ഫോളോയിങ് പിക്ചേഴ്സ്, റൈറ്റ് ദ പ്രൈം ഫാക്ടറൈസേഷൻ ഓഫ് ദി നമ്പർ ഓഫ് ടൈനി സ്ക്വയേഴ്സ്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഈ പിക്ചറിനകത്ത് എത്ര ടൈനി സ്ക്വയേഴ്സ് ഉണ്ട് എന്നുള്ളത് നമ്മൾ എഴുതണം. അതിൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ എഴുതാനും നമ്മളോടിവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നോക്കിയേ, ഇവിടെ നമുക്ക് എത്ര സ്ക്വയേഴ്സ് ടൈനി സ്ക്വയർ ഉണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ ഈ പിക്ചറിനകത്ത് എത്ര റോയും എത്ര കോളവും ഉണ്ട് എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിതിനകത്ത് ടോട്ടൽ നമ്പർ ഓഫ് സ്ക്വയർ നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടെ ഓരോ റോയിലും ഓരോ കോളത്തിലും എത്ര സ്ക്വയറുകൾ വീതമുണ്ട് എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് സ്ക്വയേഴ്സ് നമുക്ക് കിട്ടും. അപ്പോൾ ഒരു റോയിൽ എത്ര സ്ക്വയർ ഉണ്ട്? 1 2 3 4 5 6 7 8 9. ഒരു റോയിൽ 9 സ്ക്വയേഴ്സ് ഉണ്ട് അല്ലേ. അപ്പോൾ അത് നമുക്ക് എഴുതി അങ്ങ് പോകാമേ. നമ്പർ ഓഫ് സ്ക്വയേഴ്സ് ഇൻ എ റോ ഇസ് ഈക്വൽ ടു 9. അതേപോലെ നമ്പർ ഓഫ് സ്ക്വയേഴ്സ് ഇൻ എ
കോളത്തിൽ എത്ര എണ്ണം ഉണ്ട്? കോളം എന്ന് പറയുന്നത് താഴോട്ടുള്ളതാണ്. അപ്പോൾ 1 2 3 4 5 6 7 8 9 ഇവിടെ 9 എണ്ണമുണ്ട്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് സ്ക്വയേഴ്സ് is equal to എന്ത് വരും? 9 into 9 is equal to, അപ്പോൾ മൊത്തം 81 സ്ക്വയേഴ്സ് ആണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ഈ ഒരു സ്ക്വയറിനകത്ത് എത്ര ടൈനി സ്ക്വയേഴ്സ് ഉണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഈ ചെറിയ ഒരെണ്ണത്തിനകത്ത് എത്ര എണ്ണമുണ്ട്? 1 2 3 4 5 റോയും ഒരു റോയിൽ 5 സ്മോൾ സ്ക്വയേഴ്സും കോളത്തിലും 5 ചെറിയ സ്ക്വയേഴ്സ് ഉണ്ട് അല്ലേ? അപ്പോൾ മൊത്തം എത്ര ടൈനി സ്ക്വയേഴ്സ് ഉണ്ട്? 5 into 5 25 എണ്ണം ഉണ്ട്. അപ്പോൾ നമ്പർ ഓഫ് ടൈനി സ്ക്വയേഴ്സ് in a square is equal to 5 into 5 is equal to 25. അപ്പോൾ ഒരു സ്ക്വയറിനകത്ത് 25 ടൈനി സ്ക്വയേഴ്സ് ഉണ്ട്. അപ്പോൾ സ്ക്വയർ എത്ര എണ്ണം ഉണ്ട്? മൊത്തം 81 സ്ക്വയേഴ്സ് ഉണ്ട്. മനസ്സിലായല്ലോ? മൊത്തം 81 സ്ക്വയേഴ്സ് ഉണ്ട്. അപ്പോൾ ഒരു സ്ക്വയറിനകത്ത് 25 ടൈനി സ്ക്വയേഴ്സും ഉണ്ട്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ടൈനി സ്ക്വയേഴ്സ് എന്തായിരിക്കും? 81 into 25 ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ടൈനി സ്ക്വയേഴ്സ് in the picture is equal to 25 into 81. 25 into 81 is 2025. അപ്പോൾ നമുക്ക് ടൈനി സ്ക്വയേഴ്സിൻ്റെ എണ്ണം നമുക്ക് കിട്ടി 2025 ആണ്. ഇനി നമുക്കിതിൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ കണ്ടുപിടിക്കാനും പറഞ്ഞിട്ടുണ്ടല്ലേ? അപ്പോൾ പ്രൈം ഫാക്ടറൈസേഷൻ ഓഫ് 2025 നമ്മളിതിൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തു നോക്കുന്നു. അപ്പോൾ ആദ്യം നമുക്ക് 3 കൊണ്ട് ചെയ്യാം. എത്ര വരും? 6 3s are 18. 20 minus 18 is 2. അപ്പോൾ ഇവിടെ 22 ആയി. 7 3s are 21. 22 minus 21 is 1. അപ്പോൾ ഇവിടെ 15 ആയി. 5 3s are 15. Again 3. അപ്പോൾ എന്ത് വരും? 3 2s are 6. 3 2s are 6. ഇവിടെ 15 ആയി. 5 3s are 15. Again 3. 7 3s are 21. 22 minus 21 is 15. 5 3s are 15. Again 3. 3 2s are 6. 7 minus 6 is 1. 5 3s are 15. Again 5. 5 1. അപ്പോൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തപ്പോൾ എന്ത് കിട്ടി? 2025 is equal to 3 into 3 into 3 into 3 into 5 into 5 is equal to, ഇവിടെ 3 4 ടൈംസ് ഉണ്ട്, 5 2 ടൈംസ് ഉണ്ട്. അപ്പോൾ 3⁴ into 5⁴ ആണ് 2025ൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ പേജ് നമ്പർ 10-ലെ ഫിഗർ ഇറ്റ് ഔട്ടിലെ മൊത്തം ക്വസ്റ്റ്യൻസും കഴിഞ്ഞു. ഇനി പുതിയ പോർഷനുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.